ജോസഫ് തായങ്കരിയിലേക്ക്. നന്ദി ശ്രീ വിജയനാഥ്. ചുണ്ടൻ വള്ളങ്ങളുടെ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ ചെറുതന, രണ്ടാമത്തെ ട്രാക്കിൽ ആനാരി, മൂന്നാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ, നാലാമത്തെ ട്രാക്കിൽ സെൻറ്റ് പയസ് 10th. 4 കളിവള്ളങ്ങൾ ആദ്യപാദ മത്സരത്തിൽ 11ാം സ്ഥാനവും 12ാം സ്ഥാനവും 10ാം സ്ഥാനവും 9ാം സ്ഥാനവും ഒക്കെ നേടിയ കളിവള്ളങ്ങളാണ്. ആദ്യപാദ മത്സരത്തിൽ ചില മത്സരങ്ങളിൽ ചില ഹീറ്റ്സിൽ പങ്കെടുത്ത 2 വള്ളങ്ങൾ ഫൈനലിൽ മത്സരിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മത്സരക്രമമായതുകൊണ്ട് ഏറ്റവും കുറച്ച് സമയത്തിൽ വിജയിച്ച വള്ളങ്ങൾ അത് ഫൈനലിൽ മത്സരിക്കും, മാറ്റുരയ്ക്കും. ഫൈനലിൽ മാറ്റുരച്ച് നെഹ്റു ട്രോഫി കരസ്ഥമാക്കും. ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ്. ലൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യപാദ മത്സരത്തിൽ പിന്നിലായ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം. ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ 11ാം സ്ഥാനം കരസ്ഥമാക്കിയ ചെറുതന ചുണ്ടൻ. വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കുമരകംകാര് തുഴയുന്ന അജയ് ഘോഷിൻ്റെ നേതൃത്വത്തിലുള്ള ചെറുതന ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ, രണ്ടാമത്തെ ട്രാക്കിൽ കടന്നു വരുന്നത് 9ാം സ്ഥാനക്കാരൻ ആനാരി. സമുദ്ര ബോട്ട് ക്ലബ്ബ് കുമരകം ജെയിംസ് കുട്ടി ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ആനാരി വള്ളം 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. മൂന്നാമത്തെ ട്രാക്കിൽ 12ാം സ്ഥാനത്തെത്തിയ പായിപ്പാടൻ കുമരകം ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞ ശ്രീകാന്ത് PP നേതൃത്വം നൽകുന്ന പായിപ്പാടൻ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ, 4ാമത്തെ ട്രാക്കിൽ 10ാം സ്ഥാനത്തെത്തിയ സെൻറ്റ് പയസ് 10th നിരണം ബോട്ട് ക്ലബ്ബുകാർ തുഴഞ്ഞു വരികയാണ്. ഈ കളിവള്ളങ്ങളെല്ലാം ഈ സമയക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് അവരാണ് ഹീറ്റ്സിൽ സമയക്രമത്തിൽ ഏകദേശം 10 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ 1, 2 സ്ഥാനങ്ങളിൽ എത്തിയ വള്ളങ്ങളായതുകൊണ്ട് ഫൈനലിൽ മത്സരിക്കുമ്പോൾ അവർ ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ്, തുല്യ ശക്തികളുടെ ഒരു പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിലുള്ള ചെറുതനയും, രണ്ടാമത്തെ ട്രാക്കിലുള്ള ആനാരിയും, മൂന്നാമത്തെ ട്രാക്കിലുള്ള പായിപ്പാടനും, 4ാമത്തെ ട്രാക്കിലുള്ള സെൻറ്റ് പയസ് 10th ഇഞ്ചോടിഞ്ച് പൊരുതി എന്ന് കുട്ടനാടൻ ഭാഷയിൽ നമ്മൾ പറയും. അതുപോലെ വളരെ കൃത്യമായി ഒരു നൂൽ പിടിച്ചാൽ ഒരേ ലെവലിൽ കടന്നു വരുന്ന രീതിയിൽ ഇപ്പോൾ രണ്ടാമത്തെ ട്രാക്കിലുള്ള ആനാരി, സമുദ്ര ബോട്ട് ക്ലബ്ബ് ജെയിംസ് കുട്ടി ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ആനാരി അല്പം ലീഡ് ചെയ്യുന്നു എന്ന് പറയുവാൻ കഴിയും. പക്ഷേ എങ്കിലും നിരണം ബോട്ട് ക്ലബിൻ്റെ സെൻറ്റ് പയസ് 10th അവരും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. വാശിയേറിയൊരു പോരാട്ടം തന്നെയാണ് ഈ 4 കളിവള്ളങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നത്. പുന്നമടയിലെ വെള്ളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഈ 4 കളിവള്ളങ്ങൾ കടന്നു വരുമ്പോൾ, ഒന്നാമത്തെ ട്രാക്കിലുള്ള ചെറുതന വേമ്പനാട് ബോട്ട് ക്ലബ്ബ് അജയ് ഘോഷിൻ്റെ നേതൃത്വത്തിൽ അവർ കടന്നു വരുന്നു. അവരും രണ്ടാമത്തെ ട്രാക്കിലുള്ള ആനാരിയും, മൂന്നാമത്തെ ട്രാക്കിലുള്ള പായിപ്പാടനും, 4ാമത്തെ ട്രാക്കിലുള്ള സെൻറ്റ് പയസ് 10th കുമരകംകാരായിട്ടുള്ള 3 ക്ലബ്ബുകൾ അവർ പണ്ട് കാലത്ത് നമ്മൾ നേരത്തെ സ്ഥിരം പറയുന്നതാണ്, 70കളിൽ കുമരകം ബോട്ട് ക്ലബ്ബുകാർ എന്ന് പറഞ്ഞാൽ കുമരകവും UBC കൈനകരിയുമാണ് ഈ പുന്നമട അടക്കി വാണിരുന്നത്. അവർ തമ്മിലായിരുന്നു മത്സരം, അവർ തമ്മിലായിരുന്നു നിതാന്ത ശത്രുക്കൾ. ആ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും UBC കൈനകരി അവരുടെ സ്ട്രെങ്ത് നിലനിർത്തിക്കൊണ്ട് കഴിയുന്നതും ഒരു ക്ലബ്ബായിട്ട് തന്നെ അവർ മുൻപോട്ട് പോകുമ്പോൾ, കുമരകം 4ഓ 5ഓ ക്ലബ്ബായി വിഭജിച്ച് പോകുമ്പോൾ അവരുടെ ശക്തി ചോർന്നു പോകുന്നു, ശക്തി കുറയുന്നു എന്നാണ് ഈ അടുത്ത കാലത്തെ ജലോത്സവ വേദികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പോഴും 2ാം ട്രാക്കിലുള്ള ആനാരി, 3ാം ട്രാക്കിലുള്ള പായിപ്പാടനും തമ്മിലുള്ള പോരാട്ടം. കുമരകം ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ തന്നെ, പായിപ്പാടൻ ചരിത്രം ഉറങ്ങുന്ന പായിപ്പാടൻ, 2005ലും 6ലും 7ലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ പായിപ്പാടൻ ഇതാ കടന്നു വരുന്നു. ഇഞ്ചുകളുടെ മുന്നിലാക്കിക്കൊണ്ട് പായിപ്പാടൻ ഇതാ കടന്നു വരുന്നു. ആനാരിയെയും ചെറുതനെയും സെൻറ്റ് പയസ് 10th അതും ശക്തമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് കടന്നു വരുന്നു. വളരെ ആവേശോജ്വലമായ ഒരു പ്രകടനമായിരുന്നു. ആവേശോജ്വലമായ പ്രകടനം. 17ാം നമ്പർ വള്ളം പായിപ്പാടൻ, 11ാം നമ്പർ വള്ളം ആനാരി തന്നെ ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ 12ാം നമ്പർ വള്ളം സെൻറ്റ് പയസ് 10th ആനാരിയും പായിപ്പാടനും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് കളിവള്ളങ്ങളെ എല്ലാം പിന്തള്ളിക്കൊണ്ട് ഇതാ വാശിയേറിയ ഒരു പോരാട്ടം നടത്തിക്കുന്നു. ചെറുതനെ വള്ളപ്പാടുകൾക്ക് ഇന്ത്യയിൽ പറയാൻ പറ്റില്ല. നമ്മൾ സ്ഥിരം പറയുന്ന പോലെ വള്ളപ്പാടിൻ്റെ ഒരു മാറ്റമൊന്നുമില്ല, തുഴപ്പാടിൻ്റെ മാറ്റം പോലും സംശയമാണ്. ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം നടത്തി ഇതാ 4 കളിവള്ളങ്ങൾ, ഇഞ്ചോടിഞ്ച് പോരാട്ടം, ശക്തമായ പോരാട്ടം. ഒന്നാമത്തെ ട്രാക്കിലുള്ള ചെറുതനെയും അതുപോലെ ആനാരിയും പായിപ്പാടനും സെൻറ്റ് പയസ് 10th തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുമ്പോൾ ഏത് വള്ളമാണ്
വിജയിച്ചത് എന്ന് തീർച്ചയായും നമ്മൾ ഇവിടെ അനൗൺസ് ചെയ്യുന്നില്ല. കാരണം അത് ജഡ്ജസിന്റെ ഔദ്യോഗികമായ ആ ഒരു റിസൾട്ട് പ്രഖ്യാപനം വന്നതിന് ശേഷം പറയുന്നതാണ് ഉചിതമെന്നാണ് കരുതുന്നത്. തീർച്ചയായും വളരെ വാശിയേറിയൊരു പോരാട്ടമായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരേ ശക്തികളുടെ ഒരു പ്രകടനമായതുകൊണ്ട് തന്നെ ഫൈനൽ മത്സരം ഒന്നിനൊന്നിന് മെച്ചമായി ഒരേ രീതിയിലുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുക. റീപ്ലേ കാണാം. 11-ാം നമ്പർ വള്ളം ആനാരിയും അതുപോലെ പായിപ്പാടനും